Hi friends, welcome back. Fully loaded entertainment iQOO Z6 Lite എന്ന ഫോൺ 15,000 താഴെ iQOO ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വേൾഡ് ഫസ്റ്റ് Snapdragon 4 Gen 1 പ്രൊസസർ 5G പ്രൊസസറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോ എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, എത്രത്തോളം നന്നായിട്ടുണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത് വിശദമായിട്ട് പരിശോധിക്കാം. സോ ഈ കാണുന്നതാണ് iQOO Z6 Lite എന്ന ഫോണിന്റെ ബോക്സ്. യൂഷ്വലായ iQOO ഫോണിന്റെ ബോക്സ് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇവനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. സോ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഒരു ചെറിയ ബോക്സ് നമുക്ക് മുകളിൽ കാണാം. അതിനകത്ത് ഡോക്യുമെൻറ്റ്സ്, അതേപോലെ തന്നെ കേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, നമുക്കതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോൺ മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. ബ്ലാക്ക് കളറാണ്, അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. യെസ്, എക്സാക്ട്ലി ഇത് അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ ആണ്. പിന്നെ പുറകിൽ അങ്ങനെ സ്മഡ്ജസ് ഒന്നും ആവുന്ന ടൈപ്പ് അല്ല. ഒരു ഇത്തിരി ഒരു പ്രത്യേക തരം ഫിനിഷിംഗ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ? അങ്ങനെ സ്മഡ്ജസ് ഒന്നും പിടിക്കുന്ന ടൈപ്പ് അല്ല. സോ ഒരു നല്ല ഒരു പ്രീമിയം ലെവലിലേക്ക് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഡിസൈനാണ് കാണുന്നത്. പിന്നെ ഇവർ ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് കേട്ടോ. ഏത് കാര്യത്തിൽ? ഇൻ ടേംസ് ഓഫ് യൂസർ സാറ്റിസ്ഫാക്ഷൻ എന്ന് ആര് പറഞ്ഞു എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 91 മൊബൈൽ നടത്തിയ ഒരു സർവേയിലാണ് ഈ റിസൾട്ട് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ വിശ്വസിക്കാം. കൂടുതൽ പറയാം, അതിനു മുമ്പ് ബോക്സിൽ വേറെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. സോ അപ്പോൾ ഈ ഒരു ചാർജറിൻ്റെ ഭാഗത്തേക്ക് വരാം. നമുക്കിവിടെ കാണാം ചാർജറിൻ്റെ ഭാഗത്ത് ചാർജർ ഇല്ല, പകരം ഒരു ചെറിയ നോട്ടാണ്. Thanks for contributing towards the planet by reducing carbon emission. പിടികിട്ടിയില്ലേ? ചാർജർ ഇല്ല, അതിനാണ്. സോ അപ്പോൾ ചാർജർ ഇല്ല, പ്രകൃതി സ്നേഹമാണുള്ളത്. താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ ആ താങ്ക്സും പ്രകൃതി സ്നേഹമൊക്കെ വെച്ച് നിങ്ങൾ ചാർജ് ചെയ്യാം. മറ്റ് പല ബ്രാൻഡുകളും ഇങ്ങനെ ആയി തുടങ്ങി, ഇവരും അതിലേക്ക് വരികയാണ്. സോ പിന്നെ നിങ്ങൾ പ്രകൃതി സ്നേഹം കൊണ്ട് വേണം ഫോൺ ചാർജ് ചെയ്യാൻ. സോ അപ്പോൾ എന്തായാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. നമുക്കിനി ഫോണിൻ്റെ കാര്യം നോക്കാം. ഫോണിൽ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളത്. ഡിസൈൻ വൈസ് കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. 194 ഗ്രാമാണ് വെയിറ്റ്, 8.25 mm തിക്നെസ്. കയ്യിൽ പിടിക്കാനും ഉപയോഗിക്കാനൊക്കെ കംഫർട്ടബിൾ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡിസ്പ്ലേ 6.58 ഇഞ്ച് വരുന്ന ഒരു LCD ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. നല്ല ഡിസ്പ്ലേ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം വിഷ്വൽ ക്വാളിറ്റി ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. നല്ല ഡീസൻ്റ് ആയ രീതിയിൽ നിങ്ങൾക്ക് കണ്ടന്റുകളൊക്കെ സ്ട്രീം ചെയ്ത് കാണാം. യൂട്യൂബിൽ ഫുൾ HD പ്ലേബാക്ക് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ ഉണ്ട്. പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഒക്കെയാണ് വരുന്നത്. പാണ്ട ഗ്ലാസ് ജനറേഷൻ 1 ആണ് വരുന്നത്. സോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ചേട്ടൻ എന്താ നോച്ചിനെ കുറിച്ചൊന്നും പറയാത്തതെന്നാണ് ചോദിക്കുന്നതെങ്കിൽ, ഈ റേഞ്ചിൽ ഈ അടുത്ത സമയങ്ങളിൽ വന്ന എല്ലാ ഫോണുകളും ഇങ്ങനെയാണ് ഡിസൈൻ. സോ അതിനെക്കുറിച്ച് ഞാൻ ഇനിയും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്നുള്ളത് നിങ്ങൾ നോക്കുക, ഇഷ്ടപ്പെട്ട എടുക്കുക, ഇല്ലേ വിട്ട് കളയുക. സോ ഓവറോൾ ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് മനസ്സിലായല്ലോ. പ്രൊസസ്സർ വേൾഡ് ഫസ്റ്റ് Snapdragon 4th Gen 1 പ്രൊസസ്സറാണ്. വേൾഡ് ഫസ്റ്റ് ആണ്. അതിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ഇഷ്യൂസും ഇല്ല, ലാഗും കാര്യങ്ങളൊന്നുമില്ല. വളരെ നൈസായിട്ട് പെർഫോമൻസ് ഉണ്ട്. സോ നല്ല പെർഫോമൻസ് ഉള്ളൊരു ഡിവൈസാണ്. അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കണമെങ്കിലും ഈ കാണുന്ന പോലെ ഗെയിമൊക്കെ കളിക്കാം. നിങ്ങൾക്ക് 4 കമ്പോണൻറ്റ് കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. സോ അത്യാവശ്യം ഹീറ്റിംഗ് ഒന്നും വരാതെ തന്നെ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. FunTouchOS 12 ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആണ്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. സോ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, നല്ല സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. എക്സ്റ്റൻഡ് റാമിൻ്റെ ഫീച്ചറൊക്കെ വരുന്നുണ്ട്. റാമൊക്കെ നിങ്ങൾക്ക് സ്റ്റോറേജ് എന്ന് വേണമെങ്കിൽ കുറച്ച് സ്പേസ് എടുത്തിട്ട് റാമായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. എക്സ്റ്റൻഡ് റാം 2.0. ഇതിൽ മെമ്മറി കാർഡൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഹൈബ്രിഡ് സ്ലോട്ടാണ്, മെമ്മറി കാർഡ് ഇടാം. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് 1 TB വരെ മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓവർവ്യൂ പറഞ്ഞില്ല. Type C താഴെ Type C പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5 mm ജാക്ക് സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന പവർ ബട്ടണും വോളിയം ബട്ടണും കാണാം. ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല. ടോപ്പിൽ സിം ട്രേ ഹൈബ്രിഡ് സ്ലോട്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഓക്കെ, അത് ഞാൻ മിസ് ചെയ്തു. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറും കൊടുത്തിട്ടുണ്ട്. ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. 8 മെഗാ പിക്സലിൻ്റെയാണ് സെൽഫി ക്യാമറ. ഇമേജ് ക്വാളിറ്റി ഒന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം, അതാ കണ്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ക്ലൗഡി സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് ആകാശത്തേക്ക് നോക്കി അറിയാം ക്ലൗഡി സിറ്റുവേഷൻ ആണ്. എങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ, ലാൻഡ്സ്കേപ്പുകൾ നമുക്ക് എടുക്കാം. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴും കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്കുള്ളതുണ്ട്, എൻ്റെ മോളുടെ ഉള്ളതുണ്ട്. എല്ലാ ഇമേജുകൾ കാണുമ്പോഴും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു ഏകദേശം 13-14 രൂപ ആ റേഞ്ചിലൊക്കെ ഉള്ളൂ. ആ റേഞ്ചിൽ ഈ ഒരു ക്വാളിറ്റി കിട്ടുകയെന്ന് പറഞ്ഞാൽ നല്ലതാണ്, മോശമൊന്നും പറയാനില്ല. സെൽഫി ക്യാമറയുടെ അടക്കം സാമ്പിളുകൾ കാണാം. സോ നല്ല രീതിയിലുള്ളൊരു ഇമേജ് ക്വാളിറ്റി ഉണ്ട്. ലോ ലൈറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലുള്ളൊരു ഇമേജ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് സെൽഫി ആയാലും മെയിൻ ക്യാമറ ആയാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ സാഹചര്യം, ലൈറ്റ് കുറവുള്ള സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്. സോ നിങ്ങൾക്കിത് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ വേണം പറയാൻ. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി ഡേ ലൈറ്റിലൊക്കെ അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റിയാണ്, കുഴപ്പമില്ല. സ്റ്റെബിലൈസേഷൻ ഒന്നും വലിയ കാര്യമായിട്ട് കാണാനില്ല.
എങ്കിലും ഈ രീതിയിലുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, നിങ്ങൾ എടുക്കാൻ ശ്രമിച്ചാൽ കിട്ടാൻ പോകുന്നത്. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയും കാണാം. സോ ടോട്ടലി ക്യാമറ എനിക്ക് വലിയ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ഈ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, മറക്കാതെ ലൈക്ക് ചെയ്ത് വെക്കുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം തരക്കേടില്ലാത്തൊരു ഫോണാണ്, 15,000 താഴെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനി ഇതിൻ്റെ ബാറ്ററി 5000 mAh ബാറ്ററിയാണ്. അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പാണ്. ചാർജിങ് 18 വാട്ട് കേട്ടോ, ചാർജർ വേറെ വാങ്ങിക്കണം. ഇനി 5G ഫോണാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എത്ര 5G ബാൻഡ് ഉണ്ട്? N77, 78 രണ്ട് 5G ബാൻഡേ ഉള്ളൂ. സോ ഇത് മതിയെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ല 5G ഫോണായിട്ട് കണക്കാക്കാം. ഇത് പോരാ എന്നുള്ളവരെ സംബന്ധിച്ച് ഇത് അത്ര നല്ലൊരു 5G ഫോൺ ആവാൻ വഴിയില്ല. ഫിംഗർ പ്രിന്റ് സെൻസർ, ഫേസ് അൺലോക്ക് അതൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഈ റേഞ്ചിൽ മറ്റ് പല ഫോണുകൾ ഈ അടുത്ത കാലത്ത് റിവ്യൂ ചെയ്തതിൽ ഒന്നും ഇത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് സെൻസറുമാണ് വരുന്നത്. രണ്ടും അടിപൊളി. സാർ വാല്യൂ ഒക്കെ ലിമിറ്റിനകത്ത് തന്നെയാണ് വരുന്നത്, ഇഷ്യൂസ് ഇല്ല. ക്യാമറ API ലെവൽ 3 തന്നെ വരുന്നുണ്ട്. വൈഡ് ബൈൻ L1 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. OTG സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കൊരു സംശയം ചിലപ്പോൾ വരാം, ഇതിന് സർവീസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത്. അത് ഞാൻ പല വീഡിയോയിൽ പറയുന്നു. 650-ലധികം വരുന്ന സർവീസ് സെൻ്ററുകൾ വിവോക്ക് ഉണ്ട്. അതിൽ തന്നെ ഇതെല്ലാം സർവീസ് ചെയ്ത് കിട്ടും. സോ ആ ഒരു ടെൻഷൻ വേണ്ട. ടോട്ടലി നന്നായിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നോക്കുമ്പോൾ ഈ ചാർജർ ഇല്ല എന്നൊരു കാര്യം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാം കൊണ്ടും കാര്യങ്ങൾ നന്നായിട്ടുണ്ട്. തരക്കേടില്ലാത്ത നല്ല ഡിസൈൻ ഉണ്ട്, നല്ല ക്യാമറയുണ്ട്, നല്ല ബാറ്ററി ഉണ്ട്, നല്ല തരക്കേടില്ലാത്ത പെർഫോമൻസും ഉണ്ട്. നിങ്ങൾ കണ്ട പോലെ ഗെയിമിംഗ് ഒക്കെ കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ ആ ഒരു ലെവലിൽ കളിക്കാൻ സാധിക്കും. സോ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൈസിന് ഓഫറിൽ ഇത് 13,999 രൂപയ്ക്ക് കിട്ടും. ബാങ്ക് ഓഫർ അടക്കമാണ് ഈ പ്രൈസ് എന്നാണ് അറിയുന്നത്. ആമസോണിലും iQOO.com സെയിൽ നടക്കുന്നത്. 14 മുതലാണ് സെയിൽ ആരംഭിക്കുന്നത്. പിന്നെ 2 ദിവസം മാത്രമായിരിക്കും ഈ എക്സ്ക്ലൂസീവ് ബാങ്ക് ഓഫർ ഉണ്ടായിരിക്കുക. സോ ഫസ്റ്റ് ഡേയിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ആ പ്രൈസിന് ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി ഷെയർ ചെയ്യാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.